നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വീടും പരിസരവും പൂർണ്ണമായും വൃത്തിയാക്കണം. നിങ്ങളുടെ ബിസിനസ്, തൊഴിൽ ഒക്കെ അഭിവൃദ്ധിപ്പെടാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 1, സൗത്ത് ഈസ്റ്റിൽ നമ്മൾ ലക്കി ബാമ്പ് വെച്ചു. 2, നോർത്ത് വെസ്റ്റ് കോർണറിൽ നമ്മൾ 6 റോഡ് വിൻചയം ഇട്ടു. 3, നോർത്തിൽ നമ്മൾ ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ചു. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടാനായിട്ട് ഒരു ഫെങ്ഷുയിൽ ഉപയോഗിക്കാവുന്ന ഒരു 5 ടൂളുകൾ, 5 റെമഡികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പ്ലാൻ വരച്ചുകൊണ്ട് പറഞ്ഞുതരാം. ഒരു സ്ക്വയർ വരയ്ക്കാം, എന്നിട്ട് അതിൽ പറയാം. അപ്പം കുറച്ചുകൂടെ ഈസി ആവും. ഇതൊരു വീടാണ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീട് ഈ കാണുന്നത് പോലെ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആണോ എന്ന് നോക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ ആക്കുക. അതിന് ഒരുപാട് റൂമുകളും കാര്യങ്ങളും കെട്ടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യണം. 2, ഇതിൻ്റെ ദിക്കുകൾ എഴുതാം. സൗത്ത് ഉണ്ട്, നോർത്ത് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്. തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും. സൗത്ത് ഈസ്റ്റ് കോർണർ, അതായത് തെക്ക് കിഴക്കേ മൂലയിൽ വീടിനുള്ളിൽ നിങ്ങൾക്ക് അവിടെ ബെഡ്റൂം അല്ല ഒരു ഹാളാണെങ്കിൽ അവിടെ ഒരു ലക്കി ബാമ്പ് വയ്ക്കാം. വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു 6 റോഡ് വിൻഡ് ചെയിൻ സ്ഥാപിക്കാം. വീടിന് പുറത്ത് വടക്ക് വശത്ത്, വീടിൻ്റെ പുറത്ത് വടക്ക് വശത്ത് ഇവിടെ ഒരു മൂവിങ് വാട്ടർ ചെയ്യാം. നിങ്ങളുടെ ബിസിനസ്, തൊഴിൽ ഒക്കെ അഭിവൃദ്ധിപ്പെടാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 1, സൗത്ത് ഈസ്റ്റിൽ നമ്മൾ ലക്കി ബാമ്പ് വെച്ചു. 2, നോർത്ത് വെസ്റ്റ് കോർണറിൽ നമ്മൾ 6 റോഡ് വിൻചയം ഇട്ടു. 3, നോർത്തിൽ നമ്മൾ ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ചു. 4, നമുക്ക് വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കണം. ഇവിടെ ഭാരം വയ്ക്കാനോ മറയ്ക്കാനോ മറ്റു നിർമ്മിതികളോ ഒന്നും പാടില്ല. ഈ ഭാഗം വൃത്തിയായി സൂക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് 5 എന്ന് പറയുന്നത് വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കന്നിമൂലയിൽ തന്നെ നിങ്ങളുടെ ക്യാഷ് ബോക്സ് വയ്ക്കുക. അത് വടക്കോട്ട് നോക്കി വയ്ക്കുക. ഇതിനകത്ത് വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വയ്ക്കുക. അതായത് ചൈനീസ് കോയിൻ, ഗോൾഡ്, കോപ്പർ, സിട്രിൻ്റെ സ്റ്റോൺ, ഇൻഗോട്ട്, ഈ 3 ഐറ്റംസ് ഇതിനകത്ത് വയ്ക്കുക. ഈ ഒരു 5 കാര്യങ്ങൾ ചെയ്തു നോക്കൂ. ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ നെഗറ്റീവായിട്ടുള്ള റൂം, അതായത് അതിനകത്ത് കുറേ വേസ്റ്റും ചപ്പും ചവറും എല്ലാം കിടക്കുകയാണ്. അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു 3-4 ചന്ദനത്തിരി, സാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ചാൽ ഒരു പ്രയോജനവുമില്ല. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വീടും പരിസരവും പൂർണ്ണമായും വൃത്തിയാക്കണം. വൃത്തിയാക്കിയിട്ട്, ഇപ്പോൾ വൃത്തിയാക്കുന്ന പറഞ്ഞാൽ മൊത്തം ജനലുകളും വാതിലുകളെല്ലാം തുറന്നിട്ട് മാറാലുകളെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ തറയെല്ലാം ക്ലീൻ ചെയ്ത്, അതിനുശേഷം നല്ല വെള്ളത്തിലും ക്ലീൻ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ടൂളുകൾ വെച്ച് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഇനി ഫെങ്ഷുയുടെ ചില ടൂളുകൾ നമുക്ക് നോക്കാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം 4 ദിക്കിൽ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അപ്പോൾ അത് വടക്ക് ദിക്കിൽ നിങ്ങൾക്ക് ഒരു ടോർട്ടോയ്സ് വയ്ക്കാം. ഇത് തൊഴിലിനെ മെച്ചപ്പെടുത്തും. തെക്കിൽ നിങ്ങൾക്കൊരു ഫീനിക്സ് ബേർഡ് വയ്ക്കാം. ഇത് നിങ്ങൾക്ക് പേരും പ്രസിദ്ധിയും അംഗീകാരവും കൊണ്ടെത്തും തരും. കിഴക്കിൽ നിങ്ങൾക്കൊരു ഗ്രീൻ ഡ്രാഗൺ വയ്ക്കാം. ഇത് നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാനും ഹെൽത്ത് മെച്ചപ്പെടുത്താനും നല്ലതാണ്. പടിഞ്ഞാറ് വീടിൻ്റെ സംരക്ഷണത്തിനായിട്ടും കുട്ടികളുടെ കലാപരമായിട്ടുള്ള വാസനകൾക്കും വേണ്ടിയിട്ട് വൈറ്റ് ടൈഗർ വയ്ക്കാം. ഇത്തരത്തിൽ നിങ്ങളുടെ 4 ദിക്കുകൾ നിങ്ങൾക്ക് സംരക്ഷിക്കാം. ഇനി വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സിട്രിൻ എന്ന് പറയുന്ന ബ്രേസ്ലെറ്റ് ധരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാഷ് ബോക്സിൽ വെക്കാവുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് 1 സിട്രിൻ്റെ സ്റ്റോൺസ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.